വിഷൻ 2031 അന്താരാഷ്ട്ര കോൺഫറൻസിന് 3.30 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഇന്ന് വൈകിട്ടാണ് പരിപാടിയുടെ തുടക്കം. വികസനവും ജനാധിപത്യവും ചർച്ച ചെയ്യുന്നതാണ് പരിപാടി. 120ഓളം പ്രതിനിധികളാണ് കോൺഫറൻസിൽ പങ്കെടുക്കുക. സുനൈസക്ക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, വലിയ തുക മുടക്കിയാണ് വിഷൻ 2030 അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്നത്. എന്താണ് ഈ പരിപാടി? എന്താണതിലെ ചടങ്ങുകൾ? വിശദാംശങ്ങൾ. സൈഫു, 2031 കേരള സംസ്ഥാനം രൂപീകരിച്ച് 75 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോഴേക്കും കേരളം എങ്ങനെയായിരിക്കണം, അതിൻ്റെ എല്ലാ തലത്തിലുള്ള സമഗ്ര തലത്തിലുള്ള വികസനങ്ങൾ ഏത് തരത്തിലായിരിക്കണം, അതിൻ്റെ രീതി എങ്ങനെയായിരിക്കണം എന്നൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി അതിനൊരു ആഗോള കാഴ്ചപ്പാട് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിഷൻ 2031 എന്ന് പറയുന്ന കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഇത് ഇന്നും നാളെയും മറ്റന്നാളുമാണ്, 15 മുതൽ 17 വരെ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പരിപാടി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ അമർത്യ സെന്നും റമീല താപ്പറും അടക്കമുള്ള വലിയ പ്രമുഖരായ പ്രശസ്തരായ ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആകെ 120 പേര് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ആ ചടങ്ങിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് 3,30,00,000 രൂപയാണ്. അതായത് 330 ലക്ഷം രൂപ 2 ദിവസത്തെ പരിപാടിക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കുന്നത്. അതിൻ്റെ ചെലവ് ഇങ്ങനെയാണ്, നമുക്കത് നോക്കിയാൽ മനസ്സിലാകും. ഉദ്ഘാടന സമ്മേളനത്തിന് 70 ലക്ഷം രൂപ, വേദി ചാർജുകൾ, ഭക്ഷണം 45,10,000 രൂപ. ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക് കിറ്റുകൾ നൽകുന്നുണ്ട്, അതിന് 8,35,000 രൂപ. അതിഥികളായി എത്തുന്നവരുടെ താമസ സൗകര്യം 13,52,000 രൂപ. യാത്രാ ചെലവ് 133 ലക്ഷം രൂപ. സമാപന സമ്മേളനത്തിന് 30 ലക്ഷം രൂപ, മറ്റ് ചെലവുകൾ 30 ലക്ഷം രൂപ. അങ്ങനെ 330 കോടി രൂപ, അതായത് 330 ലക്ഷം രൂപ. 3,30 ലക്ഷം രൂപയാണ് മൊത്തം ഇതിനായി ചെലവായി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഈ തവണത്തെ ബജറ്റിൽ നിന്നാണ് ഈ തുക വകയിരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് വകുപ്പ് ഇതിൻ്റെ തുക അനുവദിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ദിവസം 120 പേര് പങ്കെടുക്കുന്ന പരിപാടി. ആ പരിപാടിക്ക് വേണ്ടിയാണ് സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ പൊതുഖജനാവിൽ നിന്ന് ഇത്രയധികം തുക ചെലവഴിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുന്നതിൻ്റെ വ്യാപകമായ വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്.